വെൽക്കം. അപ്പം നമ്മൾ ഇന്ന് പാർട്ട് 1 ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് വിന്യാസവുമാണ് പഠിക്കുന്നത്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓൾ സബ്സ്റ്റൻസ് ഇൻ ദി യൂണിവേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ മൂലക ആറ്റങ്ങൾ കൊണ്ടാണല്ലോ. You have already learned that the table in which elements are arranged on the basis of their chemical properties is known as periodic table. മൂലകങ്ങളെ എലമെൻസിനെ അവയുടെ രാസഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കെമിക്കൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിളിൽ അവരെ വിന്യസിച്ചിരിക്കുന്നത്. ഓരോ പട്ടികയിലായിട്ട് അവരെ വിന്യസിപ്പിച്ചിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മൾ എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക് ഇവിടെ നടുക്കായിട്ടാണ്, അത് കഴിഞ്ഞ് പി ബ്ലോക്ക് ഇവിടെ താഴെയായിട്ടാണ് എഫ് ബ്ലോക്ക് ഒക്കെ ഇരിക്കുന്നത്. യു നോ ഹൗ ടു റൈറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ആറ്റംസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ്. നമുക്ക് അതുപോലെ തന്നെ വേരിയസ് എലമെൻറ്റ്സ് മൂലകങ്ങളുടെ ഇലക്ട്രോണിക് വിന്യാസം എഴുതാനും ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ, ചിത്രീകരിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ താഴെ നമുക്ക് ദി ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മഗ്നീഷ്യം ആറ്റം ഈസ് ഗിവൺ. മഗ്നീഷ്യം ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട്, അത് നോക്കാം. ഇതാണ് മഗ്നീഷ്യം ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാലും നമുക്ക് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്തതിൽ 8, പിന്നെ 2, അപ്പോൾ 2,8,2. Electrons are arranged in 3 orbits or shells in this element are in the. ഈ മൂലകത്തിൽ ഇലക്ട്രോണുകളെ വിന്യസിപ്പിച്ചിരിക്കുന്നത് 3 ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകളിലാണല്ലോ. ഇവയിൽ ഏറ്റവും ഊർജം കുറഞ്ഞ ഓർബിറ്റ് ഏതാണ്? വിച്ച് ഓഫ് ദീസ് ഓർബിറ്റ്സ് ഹാവ് ലീസ്റ്റ് എനർജി? നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുന്തോറും എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് അടുത്തുള്ള കെ ഷെല്ലിന് എന്തായിരിക്കും? എനർജി കുറവായിരിക്കും. ആർക്കായിരിക്കും? കെ ഷെല്ലിനായിരിക്കും എനർജി കുറവ്. കാരണം ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും എനർജി എന്താ ചെയ്യുന്നത്? ഓരോ ഷെല്ലുകളിലെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കാണ്? കെ ഷെല്ലിന്. വിച്ച് ഓർബിറ്റ് ഈസ് ദി ഫാർത്തസ്റ്റ് ഫ്രം ദി ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഓർബിറ്റ് ഏതാണ്? എം അല്ലേ? KLM 3 ഷെല്ലുണ്ട്. KLM എം ഷെല്ലാണ് ഏറ്റവും അകലെയുള്ളത്. ഏറ്റവും ഊർജം കൂടിയ ഓർബിറ്റ് ഏതായിരിക്കും? അപ്പോൾ വിച്ച് ഓർബിറ്റ് ഹാസ് മാക്സിമം എനർജി? എമ്മിന് തന്നെ ആയിരിക്കും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്ന ആൾക്കാണോ, ഏത് ഷെല്ലാണോ, ഏത് ഓർബിറ്റാണോ അവർക്കായിരിക്കും എനർജി കൂടുതൽ. You have learned that according to Bohr model of atoms, orbits have definite energy, hence they are known as stationary energy levels. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ബോർ മാതൃക അനുസരിച്ച്, ബോർ മോഡൽ ഓഫ് ആറ്റം അനുസരിച്ച് ഓർബിറ്റുകൾക്ക് നിശ്ചിത ഊർജ്ജമുണ്ടെന്നും ഡെഫിനിറ്റ് എനർജി ഉണ്ടെന്നും അതിനാൽ അവ സ്ഥിരോർജക നിലകൾ എന്ന് അറിയപ്പെടുന്നുവെന്നും സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് അറിയപ്പെടുന്നുവെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ലേറ്റർ സ്റ്റഡീസ് ഷോഡ് ദാറ്റ് ബോർ മോഡൽ ഓഫ് ആറ്റം ഹാസ് സർട്ടൻ ലിമിറ്റേഷൻ. എന്നാൽ ബോർ ആറ്റം മാതൃകയ്ക്ക് ലൂയി ദി ബ്രോയ് ഡിസ്കോവർഡ് ദി വേവ് നേച്ചർ ഓഫ് മാറ്റർ. ലൂയി ദി ബ്രോയ് ദ്രവത്തിന് തരംഗ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തി. ആരാണ് കണ്ടെത്തിയത്? ലൂയി ദി ബ്രോയ് ദ്രവത്തിന് തരംഗ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തി. This wave nature is highly significant for microscopic particles. അതിസൂക്ഷ്മ കണങ്ങൾക്ക്, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് ഈ തരംഗ സ്വഭാവം, വേവ് നേച്ചർ തള്ളിക്കളയാനാവാത്ത വിധം പ്രാധാന്യം അർഹിക്കുന്നുണ്ടായിരുന്നു. In other words, the scientific community has recognized the particle nature as well as wave nature of electrons. അതായത് ഇലക്ട്രോണുകൾക്ക് കണിക സ്വഭാവവും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, തരംഗ സ്വഭാവവും വേവ് നേച്ചറും പ്രദർശിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. അപ്പോൾ ഇലക്ട്രോൺസ് ഏതൊക്കെ സ്വഭാവം കാണിക്കുന്നുണ്ട്? പാർട്ടിക്കിൾ സ്വഭാവം, കണികയുടെ സ്വഭാവവും കാണിക്കുന്നുണ്ട്, ആസ് വെൽ ആസ് വേവ് നേച്ചർ, വേവിൻ്റെ സ്വഭാവം, അതായത് തരംഗ സ്വഭാവവും ഇലക്ട്രോണുകൾ കാണിക്കുന്നുണ്ട് എന്നത് തള്ളിക്കളയാനാവാത്ത വിധം ശാസ്ത്രലോകം അത് അംഗീകരിച്ചു. According to Hensberg uncertainty principle, it is impossible to determine simultaneously the exact position and the exact velocity of a fast moving subatomic particle like electron.
ഹെൻസ്ബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അനുസരിച്ച്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് അനിശ്ചിതത്വ സിദ്ധാന്തം ഹെൻസ്ബർഗിൻ്റെ അനുസരിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെ സബ് അറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ എന്താണ് നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അനുസരിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെ ഒരു സബ് അറ്റോമിക് കണികയുടെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യതയോടെ നിർണ്ണയിക്കാൻ സാധ്യമല്ല. നമുക്കതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ, എക്സാക്റ്റ് വെലോസിറ്റി, അതിൻ്റെ വെലോസിറ്റി ഇത്രയാണ്, എക്സാക്റ്റ് ആയിട്ടുള്ള വെലോസിറ്റി ഇത്രയാണ്, എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇത്രയാണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, ഇലക്ട്രോൺ നല്ല വേഗത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇമ്പോസിബിൾ ആണ് അത് നിർണ്ണയിക്കുക എന്ന് പറയുന്നത്, സാധ്യമല്ല. സോ അക്കോർഡിംഗ് ടു ഹെൻസ്ബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, എന്താണ് ഹെൻസ്ബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ simultaneously the exact position and exact velocity of a fast moving subatomic particle like electron. ഹെൻസ്ബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അനുസരിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെ ഒരു സബാറ്റോമിക കണികയുടെ സ്ഥാനവും പ്രവേഗവും ഒരു സമയം കൃത്യതയോടെ നിർണ്ണയിക്കാൻ സാധ്യമല്ല. That is, on the basis of wave-particle dual nature and uncertainty principle, an electron cannot be considered merely as a particle moving along an orbit. അതായത് തരംഗ ഗണിക ദ്വൈത സ്വഭാവം കാരണം അനിശ്ചിതത്വ സിദ്ധാന്തം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ഓർബിറ്റിൽ ചലിക്കുന്ന, ഒരു ഓർബിറ്റിൽ ഇരുന്നാണല്ലോ ഇലക്ട്രോൺ ചലിക്കുന്നത്, അപ്പോൾ ഒരു നിശ്ചിത ഓർബിറ്റിൽ ഇരുന്ന് ചലിക്കുന്ന കണമായി മാത്രം ഇലക്ട്രോണിനെ പരിഗണിക്കാൻ നമുക്ക്, ഒരു പാർട്ടിക്കിളായിട്ട് മാത്രം അവയെ കൺസിഡർ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ദിസ് കൺസിഡേഴ്സ് ദി വൺ ഓഫ് ദി ലിമിറ്റേഷൻ ഓഫ് ബോർ ആറ്റം മോഡൽ. ഇതാണ് ബോർ ആറ്റം മാതൃകയുടെ ഒരു പരിമിതിയായിട്ട് കണക്കാക്കപ്പെട്ടത്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു, ഓർബിറ്റിലിരുന്ന് ഇലക്ട്രോൺ ഇങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാർട്ടിക്കിൾ സ്വഭാവം ഉണ്ടെന്ന് പഠിച്ചു, കണിക സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കി, വേവ് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കി, തരംഗ സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ഡ്യുവൽ നേച്ചർ, ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലേ. അതുപോലെ തന്നെ ഹെൻസ്ബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച്, ഹെൻസ്ബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അനുസരിച്ചും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ, കണികയുടെ സ്ഥാനവും പ്രവേഗവും എക്സാക്റ്റ് വെലോസിറ്റിയും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സോ നമുക്ക് ഇലക്ട്രോൺ ഒരു കണമായി മാത്രം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളായിട്ട് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ, പരിഗണിക്കാൻ പറ്റത്തില്ല. ഇതായിരുന്നു ബോർ ആറ്റം മോഡലിൻ്റെ ഒരു ലിമിറ്റേഷൻ, പരിമിതി എന്ന് പറയുന്നത്. ആൻ ആറ്റം മോഡൽ ദാറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് ദി ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് ദി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വാസ് ഡെവലപ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ദ്രവത്തിൻ്റെ ദ്വൈത സ്വഭാവവും അനിശ്ചിതത്വ സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്ന ആറ്റം മാതൃക, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അതുപോലെ മാറ്ററിൻ്റെ ഡ്യുവൽ നേച്ചറുമായിട്ട് ബന്ധപ്പെടുന്ന ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിസിലാണ് രൂപം കൊടുത്തത്. അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക് മോഡൽ ഓഫ് ആറ്റം, ദർ ആർ റീജിയൻസ് അറൌണ്ട് ദി ന്യൂക്ലിയസ് വെർ ദർ ഈസ് മാക്സിമം പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺസ്. ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക അനുസരിച്ച് ന്യൂക്ലിയസ്, സെൻട്രലിലാണല്ലോ ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണാൻ സാധ്യത പരമാവധിയുള്ള മേഖലകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണാൻ സാധ്യതയുള്ള മേഖലകൾ ഉണ്ടെന്ന് അറിയുവാൻ സാധിച്ചു. മാക്സിമം പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു റീജിയനിൽ നമുക്ക് ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രോബിലിറ്റിയിൽ ന്യൂക്ലിയസ് കാണാൻ പറ്റുന്ന ഒരു മേഖലയുണ്ടെന്ന്, റീജിയൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ദി റീജിയൻസ് അറൗണ്ട് ദി ന്യൂക്ലിയസ് വെർ ദർ ഇസ് എ മാക്സിമം പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺസ് ആർ കോൾഡ് ഓർബിറ്റൽസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണപ്പെടാൻ പരമാവധി സാധ്യതയുള്ള, ഈ പറഞ്ഞല്ലോ ന്യൂക്ലിയസിന് ചുറ്റും പരമാവധി കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ, റീജിയൻ ഉണ്ടെന്ന്, അവയെ ഓർബിറ്റൽസ് എന്ന് വിളിച്ചു. എന്താണ്? ഓർബിറ്റലുകൾ എന്ന് വിളിച്ചു. ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഓർബിറ്റുകളുടെയും ഇലക്ട്രോണുകളുടെയും സവിശേഷതകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്
ക്വാണ്ടം നമ്പറുകൾ എന്ന് പറയുന്നത്. ദി നമ്പേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർബിറ്റൽസ് ആൻഡ് ഇലക്ട്രോൺസ് ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആർ കോൾഡ് ക്വാണ്ടം നമ്പേഴ്സ്. ഓർബിറ്റുകളുടെയും ഇലക്ട്രോണുകളുടെയും സവിശേഷതകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ്, നമ്പറാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആയിട്ട് 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. ഒന്നാമതായി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത് അസ്യൂമിത്തൽ ക്വാണ്ടം നമ്പർ, മൂന്നാമതായി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, നാലാമതായി സ്പിൻ ക്വാണ്ടം നമ്പർ. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ. ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി ഷെൽസ് ഓർ പ്രിൻസിപ്പൽ എനർജി ലെവൽസ്. ഷെല്ലുകളെ അഥവാ മുഖ്യ ഊർജ്ജ നിലകളെ പ്രതിനിധീകരിക്കാനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. റെപ്രസെൻ്റ് ചെയ്യുന്നത് n ആണ്. n = 1, 2, 3, 4 എക്സെട്ര വിലകൾ സാധ്യമാണ്. പോസിബിൾ വാല്യൂസ് ഫോർ ദിസ് ക്വാണ്ടം നമ്പർ n = 1, 2, 3, 4. n = 1 എന്ന് പറയുന്നത് K ഷെല്ലാണ്, n = 2 എന്ന് പറയുന്നത് L ഷെല്ലാണ്, n = 3 എന്ന് പറയുന്നത് M ഷെല്ലാണ്, n = 4 എന്ന് പറയുമ്പോൾ അത് N ഷെല്ലാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ആൻഡ് സെക്കൻഡ് ഈസ് അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പർ ആണ്. അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പർ നമ്മൾ L ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. L, സ്മോൾ ലെറ്റർ L. അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പർ L ഡിഫൈൻസ് ദി 3-dimensional ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. ഓർബിറ്റിൻ്റെ 3-dimensional ഷേപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന സൂചിപ്പിക്കുന്നതാണ് അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പർ L ഓർബിറ്റിൻ്റെ ത്രിമാന ആകൃതിയെ 3-dimensional ഷേപ്പിനെ സൂചിപ്പിക്കുന്നതാണ്, ത്രിമാന ആകൃതിയെ സൂചിപ്പിക്കുന്നതാണ്. ദി ഓർബിറ്റ്സ് ഹാവിംഗ് ഡെഫിനിറ്റ് 3-dimensional ഷേപ്പ് ആൻഡ് ഓറിയൻറ്റഡ് ടുവേഴ്സ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആർ ക്ലബ്ഡ് ടുഗദർ ആൻഡ് കൺസിഡർഡ് ആസ് സബ്ഷെൽസ്. ഡെഫിനിറ്റായിട്ട് ഒരു 3-dimensional ഷേപ്പുള്ള ഓർബിറ്റൽസും അവർ പല ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ അതിനെ സബ്ഷെല്ലായിട്ട് കൺസിഡർ ചെയ്യും. നിശ്ചിത ത്രിമാന ആകൃതിയിലുള്ളതും വ്യത്യസ്ത ദിശകളിലേക്ക് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഓർബിറ്റുകളെ നമ്മൾ ചേർത്ത് സബ്ഷെല്ലുകളായി പരിഗണിക്കും. അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പർ ഈസ് ഓൾസോ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി സബ്ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലുമുള്ള സബ്ഷെല്ലുകളെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഓരോ ഷെല്ലുമായി ബന്ധപ്പെട്ട സബ്ഷെല്ലുകളെ പ്രതിനിധീകരിക്കാനാണ് അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ദി സബ്ഷെൽസ് ആർ ഡിനോട്ടഡ് യൂസിങ് ദി സിംബൽസ് S, P, D ആൻഡ് F. സബ്ഷെല്ലുകളെ നമ്മൾ S, P, D, F എന്ന പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഷെല്ലിനുള്ളിൽ സബ്ഷെൽസ് ഉണ്ട്. സബ്ഷെൽസിനെ S, P, D, F എന്നാണ് സൂചിപ്പിക്കുന്നത്. S എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, P പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ സിമ്പിളായ S, P, D, F ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദി നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ പർട്ടിക്കുലർ ഷെൽ ഈസ് ഈക്വൽ ടു ദി വാല്യൂസ് ഓഫ് n. ഒരു നിശ്ചിത ഷെല്ലിലെ സബ്ഷെല്ലുകളുടെ എണ്ണം n-ൻ്റെ മൂല്യത്തിന് തുല്യമായിരിക്കും. n-ൻ്റെ വാല്യൂ എത്രയായിരിക്കും, അപ്പോൾ അത്രയും സബ്ഷെല്ലുകൾ ആ ഷെല്ലിനകത്ത് കാണും. ദി വാല്യൂസ് ഓഫ് L റേഞ്ചസ് ഫ്രം 0 to n-1. L-ൻ്റെ വാല്യൂ 0 മുതൽ n-1 വരെ അതിൻ്റെ മൂല്യം റേഞ്ച് ചെയ്യും, തുടരും. ഇൻ അതർ വേർഡ്സ് ദി വാല്യൂ ഓഫ് L ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദി വാല്യൂ ഓഫ് n. അതായത് n-ൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് വഴി വാല്യൂ ഓഫ് L നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. n-ൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ L-ൻ്റെ വില കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം n = 1 എന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ L എന്തായിരിക്കും, 0 ആണ്. അപ്പം L-ൻ്റെ കേസ്, അസ്യൂംപ്റ്റൽ ക്വാണ്ടം നമ്പറിൻ്റെ കേസിൽ ഓർത്തോണം 0 തൊട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ n = 1 ആണെങ്കിൽ L 0 മാത്രമേ കാണത്തുള്ളൂ. n = 2 ആണെങ്കിൽ 0ഉം 1ഉം കാണും. പിന്നെ അങ്ങോട്ട് എണ്ണുക, 0 കഴിഞ്ഞ് അടുത്തത് 1, അങ്ങനെ വേണം എണ്ണാൻ. അപ്പോൾ n = 2 ആണെങ്കിൽ 0, 1 ആയിരിക്കും. ഇനി n = 3 ആണെങ്കിൽ 3 പേര് വരണം. അപ്പോൾ L = 0, 1, 2. അപ്പോൾ 3 എണ്ണമായേ. ഇനി n = 4, ആകെ 4 സബ്ഷെല്ലേ ഉള്ളൂ. അപ്പോൾ n = 4 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 0, 1, 2, 3 എന്ന് കിട്ടും. ഓക്കെ, n = 1 ആണെങ്കിൽ L 0 ആയിരിക്കും. n = 2 ആണെങ്കിൽ L 0, 1 കാണും. n = 3 ആണെങ്കിൽ L 0, 1, 2 കാണും. n = 4 ആണെങ്കിൽ 0, 1, 2, 3 എന്ന് കിട്ടും.
ഇനി ഈ ഓരോ എല്ലിൻ്റെ ഓരോ വാല്യൂസ് ഏത് സബ്ഷെല്ലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ലിനെയാണ് കാണിക്കുന്നത്. എസ് ആദ്യം നമ്മൾ തുടങ്ങുന്ന എസ്സിലാണ്. ഇനി എല്ല് 1 ആ കിട്ടുന്നതെങ്കിൽ അത് പി സബ്ഷെല്ലായിരിക്കും. ഇനി എല്ല് 2 ആ കിട്ടുന്നതെങ്കിൽ ഡി സബ്ഷെല്ലായിരിക്കും. എല്ല് 3 ആണെങ്കിൽ അത് എഫ് സബ്ഷെല്ലായിരിക്കും. അപ്പോൾ ഓർത്തോടുക, എല്ല് 0യിൽ തുടങ്ങുവാണെങ്കിൽ അത് എസ് സബ്ഷെല്ലാണ്. 0യിലാണ് എല്ലിൻ്റെ വാല്യൂ തുടങ്ങുന്നത്. മറന്നുപോലെ തെറ്റിക്കരുത്. 1-ലല്ല തുടങ്ങുന്ന എല്ലിൻ്റെ വാല്യൂ 0യിലാണ്. 0യിൽ തുടങ്ങുമ്പോൾ എസ് സബ്ഷെല്ലാണ്. L = 1-ലാണെങ്കിൽ അത് പി സബ്ഷെല്ലാണ്. L = 2 ആണെങ്കിൽ അത് ഡി സബ്ഷെല്ലാണ്. L = 3 ആണെങ്കിൽ അത് എഫ് സബ്ഷെല്ലാണ്. ലുക്ക് അറ്റ് ദ ടേബിൾ. നമുക്ക് ഈ ടേബിൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1 N, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്നിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 1 ആണെങ്കിൽ അത് ഷെല്ല് ഏതാണ്? കെ ഷെല്ലാണ്. അപ്പോൾ അതിൽ L എന്ന് പറയുന്നത് 0. 1 എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സബ് ഷെല്ലാണ് അത് കാണത്തുള്ളൂ. അപ്പോൾ 0. അപ്പോൾ അത് ഏത് സബ് ഷെല്ലാണ്? എസ്. ഇനി എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അത് ഏത് ഷെല്ലാണ്? എൽ ഷെല്ലാണ്. അപ്പോൾ അവിടെ ഉള്ള സബ് ഷെല്ല് എന്ന് പറയുന്നത് L = 0 അപ്പോൾ സബ് ഷെല്ല് ഏതൊക്കെയാണ്? എസും പിയും. ഇനി N = 3 ആണെങ്കിൽ ഏത് ഷെല്ലാണ്? എം ഷെല്ലാണ്. അപ്പോൾ ആ എല്ലിൻ്റെ വാല്യൂ ഏതൊക്കെ വരും? 0, 1, 2. 0 ആകുമ്പോൾ എസ്, 1 ആകുമ്പോൾ പി, 2 ആകുമ്പോൾ ഡി. അവസാനം 4 വരെ ഉള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ എൻ ഷെല്ലാണ്. അപ്പോൾ 0, 1, 2, 3 എന്ന് വരും. 0 ആകുമ്പോൾ എസ്, 1 ആകുമ്പോൾ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. 1 is മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് എം എന്ന് പറയുന്നത്. അസ്യൂംറ്റൽ ക്വാണ്ടം നമ്പറിനെ സ്മോൾ എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ സ്മോൾ എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഇസ് ഡിനോട്ടഡ് യൂസിങ് ദി സിംബൽ എം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ എം എന്ന പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഇത് ക്വാണ്ടം നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി ഡിഫറൻസ് ഇൻ ദി ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസിൻ്റെ ഓറിയൻറ്റേഷനിലുള്ള ഡിഫറൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഓർബിറ്റൽ ഓറിയൻറ്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കാനാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എൽ there are 2l + 1 values for m. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 2l + 1 ഉപയോഗിച്ചാണ്. ഫോർ വാല്യൂസ് ഓഫ് എൽ ഇസ് 0. എൽ 0 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 2 ഇൻറ്റു എല്ലിൻ്റെ അവിടെ 0 ഇട്ട് കൊടുക്കുന്നു +1 = 1 എന്ന് കിട്ടും. 2 × 0 0, 0 + 1 = 1 ആണ്. ദിസ് ഷോസ് ദാറ്റ് ദി എസ് ഓർബിറ്റൽ L = 0 ഹാസ് ഓൺലി 1 ഓറിയൻറ്റേഷൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? എസ് ഓർബിറ്റൽ L = 0 എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റൽ, അതിൽ ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വിച്ച് സബ്ഷെൽ ഈസ് ഡിനോട്ടഡ് ബൈ L = 1? L = 1 എന്നത് ഏത് സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്? L = 0 എസ് സബ്ഷെല്ലാണ്. L = 1 എന്ന് പറയുമ്പോൾ അത് പി സബ്ഷെല്ലാണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂസ് 3 എണ്ണം വരും. എങ്ങനെയാ വെച്ചാൽ എല്ലിൻ്റെ അവിടെ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 × 1 2 + 1 = 3. അപ്പോൾ ഈ ഇക്വേഷൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റിൻ്റെ കേസിലും ഓർത്തിരുന്നാൽ 2l + 1 2l + 1. ഈ എല്ലിൻ്റെ അവിടെ 0 1 2 3 ഏത് വാല്യൂ വേണമെങ്കിലും വരാം. 0 എന്ന് പറയുമ്പോൾ അത് എസ് സബ്ഷെല്ലിൻ്റെ കേസ്, 1 എന്ന് പറയുമ്പോൾ പി, 2 എന്ന് പറയുമ്പോൾ ഡി, 3 എന്ന് പറയുമ്പോൾ എഫ്. നമ്മുടെ L = 1-ന് എമ്മിൻ്റെ വാല്യൂ 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ഓർബിറ്റലിന് 3 ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഉണ്ടായിരിക്കും. 3 വ്യത്യസ്തമായിട്ടുള്ള ഓറിയൻറ്റേഷന് പി ഓർബിറ്റലിന് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ L = 2 ആണ് എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 × 2 + 1 = 5 ആയിരിക്കും എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ മെനി ഡി ഓർബിറ്റൽസ് ആർ ദെയർ? ഇഫ് സോ എത്ര ഡി ഓർബിറ്റുകൾ ഉണ്ടായിരിക്കും അവിടെ? 5 ഡി ഓർബിറ്റുകൾ. L = 2 ആണെങ്കിൽ അതെന്താണ്? ഡി സബ്ഷെല്ലാണ്. അപ്പോൾ അവിടെയുള്ള ഓർബിറ്റുകളുടെ എണ്ണം 5 ആയിരിക്കും. 5 വ്യത്യസ്തമായ ഓറിയൻറ്റേഷനിലുള്ള ഡി ഓർബിറ്റുകൾ ഉണ്ടായിരിക്കും. 5 ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഫോർ ഡി ഓർബിറ്റൽ. യു ക്യാൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് എഫ് ഓർബിറ്റൽസ് ഇൻ ദി സെയിം മാനർ. ഇത്തരത്തിൽ എഫ് ഓർബിറ്റുകളുടെ എണ്ണം കണ്ടെത്താമല്ലോ. L എന്ന് പറയുന്നത് 3 ആയിരിക്കും എഫ് ഓർബിറ്റലാണെങ്കിൽ, അല്ലേ? L = 3 എഫ് സബ്ഷെല്ലാണ്, നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 2 × 3 L ഇവിടെ 3, അപ്പോൾ 2 × 3 + 1. ആദ്യം ഗുണിക്കുക എന്നിട്ടേ കൂട്ടാവും. അപ്പോൾ ആദ്യം ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 × 2 എന്ന് പറയുമ്പോൾ 6 + 1 7 ഓർബിറ്റൽസ് എഫ് ഓർബിറ്റലിന് കാണും. എത്ര ഓർബിറ്റൽസ് കാണും? 7 ഓർബിറ്റൽസ് എഫിൻ്റെ കേസിൽ കാണും.
7 ഓർബിറ്റൽസ് എഫ് ഓർബിറ്റലിൻ്റെ കേസ് കാണും. ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് ഷെൽ ഈസ് ഗിവൺ ഇൻ ദിസ് ടേബിൾ. ഓരോ ഷെല്ലുമായി ബന്ധപ്പെട്ട ആകെ ഓർബിറ്റുകളുടെ എണ്ണം നമുക്ക് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n 1 ആണെങ്കിൽ കെ ഷെല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതിലുള്ള സബ് ഷെൽ എന്ന് പറയുന്നത് എസ് മാത്രമാണ്. അപ്പോൾ അതിലുള്ള ഓർബിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നതും ഒന്നായിരിക്കും. മൊത്തത്തിലുള്ള ഓർബിറ്റുകളുടെ എണ്ണം, ആകെ ഓർബിറ്റുകളുടെ എണ്ണവും ഒന്നായിരിക്കും. ഇനി n=2 ആണെങ്കിൽ അത് എൽ ഷെല്ലായിരിക്കും. അപ്പോൾ അതിലുള്ള സബ് ഷെല്ലുകൾ എന്ന് പറയുമ്പോൾ l=0 1. അപ്പോൾ എസ്സും കാണും പിയും കാണും. അപ്പോൾ എസ്സിൽ ഒരു ഓർബിറ്റിൽ മാത്രമേ കാണത്തുള്ളൂ. പിയിലാണെങ്കിൽ 3 ഓർബിറ്റുകൾ പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആകെ മൊത്തം ഓർബിറ്റുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 4. 1 + 3 അങ്ങനെ 4 ഓർബിറ്റുകൾ എൽ ഷെല്ലിൽ പോസിബിൾ ആണ്. ഇനി n=3 ആണെങ്കിൽ അത് എം ഷെല്ലായിരിക്കും. അപ്പോൾ അവിടെയുള്ള സബ് ഷെല്ലുകൾ ഏതാണ്? 0 1 2. 0 എസ്, 1 പി, 2 എന്ന് പറയുമ്പോൾ ഡി. അപ്പോൾ അതിലുള്ള ഓർബിറ്റുകളുടെ എണ്ണം എസ്സിൽ ഒരു ഓർബിറ്റിലേ ഉള്ളൂ, പിയിൽ 3 ഓർബിറ്റുകളുണ്ട്, ഡിയിൽ 5 ഓർബിറ്റുകളുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്ര ഉണ്ട് എം ഷെല്ലിൽ? 9 എണ്ണം. ആകെ ഓർബിറ്റുകളുടെ എണ്ണം 9. ഇനി നാലാമത്തേത് അതെന്ന് പറയുന്നത് എൻ ഷെല്ലാണ്. അപ്പോൾ അവിടെയുള്ള സബ് ഷെല്ലുകൾ 0 1 2 3. 0 എന്ന് പറയുമ്പോൾ എസ്, 1 എന്ന് പറയുമ്പോൾ പി, 2 എന്ന് പറയുമ്പോൾ ഡി, 3 എന്ന് പറയുമ്പോൾ എഫ്. എസ്സിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ, പിയിൽ 3 ഓർബിറ്റലിൽ, ഡിയിൽ 5 ഓർബിറ്റലിൽ, എഫിൽ 7 ഓർബിറ്റൽ. അങ്ങനെ മൊത്തത്തിൽ എൻ ഷെല്ലിലുള്ള ഓർബിറ്റുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 16 ഓർബിറ്റുകളാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ഈച്ച് ഷെൽ ഈസ് n². ഓരോ ഷെല്ലിലുമുള്ള ആകെ ഓർബിറ്റുകളുടെ എണ്ണം നമുക്ക് n² ചെയ്താൽ കിട്ടിയിരിക്കും. 1² 1, 2² 4, 3² 9, 4² 16 അല്ലേ? എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കുന്നു അതിൻ്റെ സ്ക്വയർ എടുത്ത് നമുക്ക് അതിലുള്ള ആകെ ഓർബിറ്റുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കിട്ടും. You have already learned that the maximum number of electrons that can accommodate in each shell is 2n². ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് 2n² ഉപയോഗിച്ചായിരുന്നു. നമ്മൾ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്ന ഭാഗത്തായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു എങ്ങനെയാണ് ഓരോ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്ന ഒരു ഇക്വേഷനാണ് 2n². എന്നിന് നമ്മൾ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിൽ 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അടുത്ത എൽ ഷെല്ല് എടുക്കുമ്പോൾ എന്നിന് 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 × 2², അങ്ങനെ 8 ഇലക്ട്രോൺസ്. അങ്ങനെ ഓരോ കേസും നമ്മൾ ആ ടേബിൾ എഴുതി പഠിച്ചതുമാണ്. If so, let us find out the maximum number of electrons that can be accommodated in each orbital. അങ്ങനെയെങ്കിൽ ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റൽ. Therefore, the maximum number of electrons that can be accommodated in K shell. K ഷെല്ലിലെ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. K ഷെല്ലിൽ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 2. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റ് ഇൻ K ഷെൽ. K ഷെല്ലിലെ ആകെ ഓർബിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. അപ്പോൾ 2/1 = 2. അപ്പോൾ K ഷെല്ലിൽ ഓർബിറ്റുകളിൽ ഇരുത്താൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. Find out the maximum number of electrons that can be accommodated in L, M and N shells in the same way that records the values in your science diary. ഇതേ രീതിയിൽ എല്ലിൽ, എമ്മിൽ, എന്നീ ഷെല്ലുകളിൽ ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തി സയൻസ് ഡയറി രേഖപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ എൽ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 8 ആണ് അല്ലേ? അവിടെയുള്ള ആകെ ഓർബിറ്റുകളുടെ എണ്ണം, എൽ ഷെല്ലിലുള്ള ആകെ ഓർബിറ്റുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എൽ ഷെൽ എന്ന് പറയുമ്പോൾ 4 ആണ്. ഈക്വൽ 2. നമുക്ക് എത്ര കിട്ടും? ഓരോ ഓർബിറ്റിലും നമുക്ക് 2 ഇലക്ട്രോൺ വെച്ച് മാത്രമേ ഇരുത്താൻ പറ്റത്തുള്ളൂ. എം ഷെല്ല് എന്ന് പറയുമ്പോൾ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അവിടെ 18 ആണ്. ആകെ ഓർബിറ്റുകളുടെ എണ്ണം, എം ഷെല്ലിലെ ആകെ ഓർബിറ്റുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ കെ ഷെൽ എന്ന് പറയുമ്പോൾ 9. അവിടെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര തന്നെയാണ്? 2 ആണ്. Then എൻ ഷെൽ
എൻ എന്ന് പറയുമ്പോൾ 2n² ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 32 എന്ന് കിട്ടും. അപ്പോൾ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം 32 ഡിവൈഡ് ബൈ എൻ ഷെല്ലിലെ ആകെ ഓർബിറ്റുകളുടെ എണ്ണം. എൻ ഷെല്ലിലെ ആകെ ഓർബിറ്റുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എൻ ഷെൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 16. സോ നമുക്ക് അവിടെയും 2 എന്നാണ് കിട്ടുന്നത്, ഈക്വൽ 2. ഇപ്പോൾ ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 2n² = 2 എന്ന് വ്യക്തമായല്ലോ. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഓർബിറ്റ്, ഓരോ ഓർബിറ്റിലും നമുക്ക് 2 ഇലക്ട്രോൺസ് വെച്ച് ഇരുത്താൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ പഠിച്ചതാണ് ഈ ടേബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിൻസിപ്പൽ കോൺസ്റ്റന്റ് നമ്പർ n ആണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ n 1 ആണെങ്കിൽ അത് കെ ഷെല്ല്, n 2 ആണെങ്കിൽ അത് എൽ ഷെല്ല്, n 3 ആണെങ്കിൽ അത് എം ഷെല്ല്, n 4 ആണെങ്കിൽ അത് എൻ ഷെല്ലാണ്. ദെൻ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് ഷെൽ, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ 2n² വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ n 1 ആണെങ്കിൽ 2 × 1² 2 എന്ന് കിട്ടും. എൽ ഷെല്ലിൽ 2 × 2², അപ്പോൾ മാക്സിമം ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ എൽ ഷെൽ ഈസ് 8. എം ഷെല്ലിൽ 3 ആണ് n എന്ന് പറയുന്നത്, അപ്പോൾ 2 × 3² 18 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, എം ഷെല്ലിൽ എത്രയാണ്? 18 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളാവുന്നത്. ദെൻ n = 4 ആണെങ്കിൽ എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളുന്നത്. ഇനി അസിംപ്റ്റൽ ക്വാണ്ടം നമ്പർ വെച്ച് എഴുതുവാണെങ്കിൽ n 1 ആണെങ്കിൽ അവിടെ 0 മാത്രം, 0യിലാണ് അസിംപ്റ്റൽ ക്വാണ്ടം നമ്പർ തുടങ്ങുന്നത്. അപ്പോൾ 0 മാത്രമേ കാണത്തുള്ളൂ. അവിടെയുള്ള സബ്ഷെൽ എന്ന് പറയുന്നത് S ആണ്. n 2 ആണെങ്കിൽ നമുക്ക് അവിടെ 0ഉം 1ഉം കാണും. അപ്പോൾ S സബ്ഷെല്ലും കാണും, P സബ്ഷെല്ലും കാണും. n 3 ആണെങ്കിൽ എല്ലിൻ്റെ അവിടെ വാല്യൂസ് ഏതൊക്കെ വരും? 0, 1, 2. അപ്പോൾ S എന്ന് പറയുന്നത് 0, P എന്ന് പറയുമ്പോൾ 1, D സബ്ഷെൽ എന്ന് പറയുമ്പോൾ 2. ഇനി n = 4 ആണെങ്കിൽ അവിടെ വരുന്ന എല്ലിൻ്റെ വാല്യൂസ് അസിംപ്റ്റൽ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെ വരും? 0, 1, 2, 3, 4 അല്ലേ. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ S സബ്ഷെല്ല്, 1 എന്ന് പറയുമ്പോൾ P സബ്ഷെല്ല്, 2 എന്ന് പറയുമ്പോൾ D സബ്ഷെല്ല്, 3 എന്ന് പറയുമ്പോൾ F സബ്ഷെല്ലാണ്. ഇനി ഓർബിറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഓർബിറ്റ്. കെ ഷെല്ലിൽ ഒരു ഓർബിറ്റിലേ ഉള്ളൂ. എൽ ഷെല്ലിൽ 4 ഓർബിറ്റുകൾ വരും. എസിൻ്റെ ഒരു ഓർബിറ്റിലും പിയുടെ 3 ഓർബിറ്റിലും കൂടെ ചേർന്ന് 4 ഓർബിറ്റുകൾ വരും. എം ഷെല്ലിൽ 9 ഓർബിറ്റൽസ് വരും. എസിൻ്റെ ഒരെണ്ണം, പി സബ്ഷെല്ലിൻ്റെ 3 എണ്ണം, ഡി സബ്ഷെല്ലിൻ്റെ 5 എണ്ണം. എൻ ഷെല്ലിലാണെങ്കിൽ 16 ഓർബിറ്റൽസ് വരും. എസിൻ്റെ ഒരു ഓർബിറ്റൽ, പിയുടെ 3 ഓർബിറ്റൽ, ഡിയുടെ 5 ഓർബിറ്റൽ, എഫിൻ്റെ 7 ഓർബിറ്റൽ. 12+1 ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ സബ്ഷെല്ലിലും, എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലും ഡി സബ്ഷെല്ലും എഫ് സബ്ഷെല്ലും എത്ര ഓർബിറ്റൽസ് വരുമെന്ന് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് സബ്ഷെൽ. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓരോ സബ്ഷെല്ലിലും. എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ എസും പിയും ഉണ്ട്. അപ്പോൾ എസ്സിലെ 2 ഇലക്ട്രോൺസും അതുപോലെ തന്നെ പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺസ്, അങ്ങനെ 8 ഇലക്ട്രോൺസ് വരും. ഇനി എം ഷെല്ലിൽ എസ്സിലെ 2 ഇലക്ട്രോൺസ്, പിയിലെ 6 ഇലക്ട്രോൺസ്, കാരണം 3 ഓർബിറ്റൽസ് ഉണ്ട്. 3 ഓർബിറ്റലുമായിട്ട് നമ്മൾ 2 ഇലക്ട്രോൺ വെച്ച് ഇരുത്തുന്നു, അങ്ങനെ 6 ഇലക്ട്രോൺസ്. അപ്പോൾ മൊത്തത്തിൽ 18 ഇലക്ട്രോൺസ് ആണ് എം ഷെല്ലിൽ വരുന്നത്. ഇനി എൻ ഷെല്ലിൽ വരുമ്പോൾ എസ് സബ്ഷെല്ലിൽ ഓർബിറ്റലിലായാലും നമുക്ക് 2 ഇലക്ട്രോണിനെ ഇരുത്താൻ പറ്റത്തുള്ളൂ. പിയിലാവുമ്പോൾ 6 എണ്ണം, 3 ഓർബിറ്റലിൽ വെച്ചുകൊണ്ട് 3 ഓർബിറ്റലിലും 2 ഇലക്ട്രോണിനെ വെച്ച് ഇരുത്തുമ്പോൾ 6. ഡിയിൽ 5 ഓർബിറ്റലുണ്ട്. 5 ഓർബിറ്റലിൽ ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോണിനെ വെച്ച് വെക്കുമ്പോൾ 10 കിട്ടുന്നത്. എഫിൽ 7 ഓർബിറ്റലുണ്ട്. 7 ഓർബിറ്റിൽ ഓരോ ഓർബിറ്റിൽ 2 ഇലക്ട്രോണിനെ വെച്ച് ഇരുത്തുമ്പോൾ 14 കിട്ടും. അങ്ങനെ മൊത്തത്തിൽ എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഓരോ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്യാം? എസ് സബ്ഷെല്ലിലാണെങ്കിൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം, പരമാവധി ഉൾക്കൊള്ളുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. പിയിൽ 6 ഇലക്ട്രോൺസ് ആണ്, 3 ഓർബിറ്റലുമായിട്ട് 6 ഇലക്ട്രോൺസിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിയിൽ 5 ഓർബിറ്റൽസ് ആണുള്ളത്, മൊത്തത്തിൽ 10 ഇലക്ട്രോൺസിനെ നമുക്ക് ഡി സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഫിൽ 7 ഓർബിറ്റൽസ് ആണ് മൊത്തത്തിലുള്ളത്, നമുക്ക് 14 ഇലക്ട്രോൺസിന് 7 ഓർബിറ്റലുമായിട്ട് 2 ഇലക്ട്രോൺസ് വെച്ച് നമുക്ക് 14 ഇലക്ട്രോൺസിനെ എഫ് സബ്ഷെല്ലിലും നമുക്ക് പരമാവധി നിറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ദി മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് ഷെൽ ഈക്വൽ n². ഓരോ ഷെല്ലിലും പരമാവധി ഓർബിറ്റുകളുടെ എണ്ണം,
ഓർബിറ്റുകളുടെ എണ്ണം ഓരോ ഷെല്ലിലും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. n² ഉപയോഗിക്കാം. ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് ഷെല്ല്. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം എന്നുള്ളതിന് നമുക്ക് 2n² ഉപയോഗിക്കാം. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലിലും ഇരുത്താവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് സബ്ഷെൽ. ഓരോ സബ്ഷെല്ലിലും ഇരുത്താൻ സാധിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് 2 × 2l+1. എന്താണ്? ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഓരോ സബ്ഷെൽ S, P, D, F അതല്ലേ സബ്ഷെൽ. ആ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് 2 × 2l+1 ആണ്. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് ഷെല്ല് S2, Pa6, Da10, F14 അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ 3rd ചാപ്റ്ററിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെല്ലുകളുടെ ഇലക്ട്രോൺ പൂരണം തൊട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.